അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് നല്ലൊരു ടോപ്പിക്കുമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം വളരെയധികം ഗൗരവത്തിലും നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കേണ്ടതുമായ കാര്യമാണ്. ടൈറ്റിൽ കാണുമ്പോഴേ നിങ്ങൾക്ക് കാര്യം എന്താണെന്ന് മനസ്സിലാകും. 2025 കുറേ ജീവിതശൈലികളും നമുക്ക് മാറ്റേണ്ടതായ കുറച്ച് കാര്യങ്ങളെയും കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഇപ്പോൾ 2026 ഈ 2026 നമുക്ക് ഉണ്ടാകേണ്ട പുതിയ മാറ്റങ്ങളെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. നമ്മൾ പലരും എടുക്കുന്ന ഒരു തീരുമാനമാണ് എല്ലാ വർഷത്തിൻ്റെ തുടക്കത്തിലും ഈ വർഷം ഞാൻ മാറും എന്നുള്ള ഒരു ചിന്താഗതി. പക്ഷേ അത് ജീവിതത്തിൽ എന്ത് ചെയ്യാറില്ല, പ്രായോഗികമാക്കാറില്ല. ജീവിതത്തിലേക്ക് കുറച്ച് മാറ്റങ്ങൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും ഈ വീഡിയോ മുഴുവനായും കേൾക്കുക. 2025 നിന്നും 2026 നമ്മൾ ഒരു പുതുവർഷത്തിലേക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ പുതിയ തുടക്കം ആരംഭിക്കുമ്പോൾ നമുക്ക് മാറേണ്ടതായ കുറേ മാറ്റങ്ങളെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഒന്നാമതായി പറയാനുള്ളത് 2025 നമ്മൾ ചിലവഴിച്ച അനാവശ്യ ചിലവുകളെക്കുറിച്ചാണ് ആദ്യം നമ്മൾ ചിന്തിക്കേണ്ടത്. അനാവശ്യ ചിലവുകളെ നമ്മൾ ഈ ഒരു വർഷം ക്രമീകരിക്കുകയാണെങ്കിൽ 2026 നമുക്ക് സാമ്പത്തികമായി നേട്ടങ്ങളെ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഈ അനാവശ്യ ചിലവുകൾ എന്തൊക്കെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഒന്നാമതായി നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ആർഭാടകരമായ ജീവിതത്തെക്കുറിച്ചാണ്. അപ്പോൾ നിങ്ങൾ പറയും, ഞങ്ങളൊന്നും ആർഭാട ജീവിതങ്ങൾ നമുക്ക് എന്ത് ചെയ്യാറില്ല, അങ്ങനെ ജീവിക്കാറില്ല എന്നായിരിക്കും നിങ്ങളിപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാവുക. നമ്മുടെ പണത്തിൻ്റെ മൂല്യം മനസ്സിലാക്കിയായിരിക്കണം നമ്മൾ ആദ്യം ചിലവാക്കേണ്ടത്. അതായത് ചുരുക്കി പറഞ്ഞാൽ വരവനുസരിച്ച് ചിലവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റും സാമ്പത്തിക നേട്ടത്തിൽ. വരവിലധികം നമുക്ക് ചിലവുണ്ടാകുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുക, നമ്മുടെ സാമ്പത്തിക അടിത്തറയ്ക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാവുക. സാമ്പത്തിക അടിത്തറയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഒന്നാമത്തെ കാര്യം നമ്മുടെ അനാവശ്യ ചിലവുകളെ കുറിച്ചിട്ടാണ്. ആ ചിലവുകൾ, അനാവശ്യമായിട്ടുള്ള ചിലവുകളെ ചുരുക്കുക. അപ്പോൾ എന്താണ് അനാവശ്യ ചിലവുകൾ എന്നുള്ളതിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. എന്തിനും ഏതിനും നമ്മൾ ബ്രാൻഡ് മാത്രം ഉപയോഗിക്കുന്നവർ ആവശ്യാനുസരണമുള്ള സാധനങ്ങൾ ഉപയോഗിക്കാൻ നോക്കുക. ബ്രാൻഡ് സാധനത്തിൽ ഉള്ളത് തന്നെയായിരിക്കും അതേ മീഡിയം ലെവലിലുള്ള വേറെ പ്രോഡക്റ്റുകൾക്കും. തിരഞ്ഞെടുക്കുമ്പോൾ നല്ല ക്വാളിറ്റിയുള്ള ബ്രാൻഡ് അല്ലാത്ത നോർമൽ എന്നുള്ള വിഷയത്തിലേക്ക് നമ്മൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഉറപ്പായും നമുക്ക് അതിൽ വലിയ നേട്ടമുണ്ടാക്കാൻ സാധിക്കും. നമ്മളുടെ മനസ്സിൽ ഉണ്ടാകുന്നതാണ് ബ്രാൻഡ് എന്ന് അഡ്വർടൈസ്മെൻറ്റ് കമ്പനി നമുക്ക് പരസ്യം നൽകി അവർ ഭീമമായ തുക പരസ്യത്തിനും അഡ്വർടൈസ്മെൻറ്റിനും ഒക്കെ ഉപയോഗിച്ചിട്ട് ആ പരസ്യത്തിലൂടെയാണ് നമുക്ക് ബ്രാൻഡ് എന്നുള്ളത് മനസ്സിലേക്ക് വരുന്നത്. പരസ്യങ്ങളില്ലാത്ത നല്ല നല്ല പ്രോഡക്റ്റുകൾ അതേ സാമ്യമുള്ള സാധനങ്ങൾക്ക് ഉണ്ടാവുക തന്നെ ചെയ്യും. അത് തിരഞ്ഞെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ആദ്യം ബ്രാൻഡിൽ നിന്ന് വിട്ടു നിൽക്കുക. ബ്രാൻഡ് മാത്രമേ ഞാൻ ഉപയോഗിക്കാറൂ എന്നുള്ള ആ ഒരു ദുശീലത്തിൽ നിന്ന് നമ്മൾ ആദ്യം വിട്ടു നിൽക്കാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ബ്രാൻഡ് എന്നത് ഒരു ദുശീലമാണോ എന്ന് എന്നോട് ചോദിച്ചാൽ ഉറപ്പായും ഞാൻ അത് ദുശീലമാണെന്ന് മാത്രമേ പറയുകയുള്ളൂ. കാര്യം ബ്രാൻഡ് എന്നുള്ളത് ഒരു കമ്പനി തന്നെയാണ്. അഡ്വർടൈസ്മെൻറ്റിൻ്റെ തോത് കൂടുകയും അതനുസരിച്ചായിരിക്കും ഓരോ പ്രോഡക്റ്റിനും വില നിശ്ചയിക്കുക. ആ വിലയിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നമ്മുടെ സാമ്പത്തികത്തിന് നമ്മൾ പിന്നോട്ട് പോകുന്നത്. ഉദാഹരണത്തിന് 100 രൂപ വാല്യുള്ള ഒരു മാർക്കറ്റ് വാല്യുള്ള ഒരു പ്രോഡക്റ്റിന് അതേ സെയിം ക്വാളിറ്റിയിൽ സെയിം തോതിലുള്ള സാധനത്തിന് അഡ്വർടൈസ്മെൻ്റ് ഇല്ലാത്ത കമ്പനികളുണ്ടാവും. ശ്രദ്ധിക്കുക, സെയിം ക്വാളിറ്റിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിന് മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് 50 രൂപയായിരിക്കും. അതേസമയം ബ്രാൻഡിന് 120 150 ആയിരിക്കും മാർക്കറ്റ് വാല്യൂ. അപ്പോൾ നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കി സ്വയം തിരഞ്ഞെടുക്കുക. അങ്ങനെ വരുമ്പോൾ നമുക്ക് സാമ്പത്തികമായിട്ട് അടിത്തറയിൽ മുന്നോട്ട് പോവാൻ നമുക്ക് സാധിക്കും. എല്ലാ വർഷവും മാറണം എന്നുള്ള ചിന്ത നമുക്കെല്ലാവർക്കും ഉണ്ടാവും.
ആദ്യം ഞാൻ സാമ്പത്തികമായ വിഷയങ്ങളിൽ മാറ്റം കൊണ്ടുവരുവാനുള്ള കാര്യങ്ങളാണ് ഇതിൽ പറയുന്നതെങ്കിലും ജീവിതത്തിൽ ഒഴിവാക്കേണ്ടതായ കുറേ കാര്യങ്ങളുണ്ട്. ആവശ്യമില്ലാത്ത സുഹൃത്തുക്കൾ, ആവശ്യമില്ലാത്ത ദുശീലങ്ങൾ, നമുക്കൊരിക്കലും ഒരു വാല്യൂം തരാത്ത ബന്ധങ്ങൾ, അതിൽ നിന്നെല്ലാം ആദ്യം വിട്ടു നിൽക്കാനും ശ്രമിക്കണം. നമുക്കൊരു വാല്യൂം തരാത്തവരോട് നമ്മൾ കൂട്ടുകൂടാതിരിക്കുക. അത് നമ്മുടെ വിജയത്തിന് കാരണമാകും. അത് നമ്മുടെ മുമ്പോട്ടുള്ള ജീവിതത്തിന് സമാധാനവും ശാന്തിയും ഉണ്ടാവും. അപ്പോൾ ഇനിയും നല്ല നല്ല വിഷയങ്ങളുമായി നിങ്ങളുടെ മുന്നിൽ വരുന്നത് വരെ നിങ്ങളോട് വിട പറയുകയാണ്. നല്ലൊരു ശുഭദിനം നേരുന്നു.